ഒക്കെ കഴിഞ്ഞ ശേഷം ബേബി കിടക്കുന്ന റൂമിൽ നിങ്ങളുടെ ടവൽ ഇട്ടു പോകുന്ന ഒരു പേരന്റ് ആണോ നിങ്ങൾ എങ്കിൽ ഇപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ അശ്രദ്ധ കുഞ്ഞിന് ആസ്മ ഉണ്ടാക്കും. തുണികൾ ഉണങ്ങാതെ വരുമ്പോൾ അതിനകത്ത് ഫംഗസ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. തുണിയുടെ നനവ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഈ തുണി ഇടുന്നത് ഒന്നെങ്കിൽ കട്ടിലിന്റെ പടിയിലോ അല്ലെങ്കിൽ കതകിന്റെ മുകളിലോ ഒക്കെ ആയിരിക്കും. ഇത് തടി കൊണ്ട് നിർമ്മിതമാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഫംഗസ് ഗ്രോത്ത് ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന ഫംഗസ് കുഞ്ഞുവാവയുടെ ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. റൂമിലെ ടെമ്പറേച്ചർ തണുപ്പായി മാറുകയും അതേപോലെ തന്നെ ഈ ഫംഗസിന്റെ മണവും അതിന്റെ ഒരു ഇമ്പാക്റ്റും ഒക്കെ കൊണ്ട് കുഞ്ഞിന് ആസ്മ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ആസ്മാറ്റിക് അറ്റാക്ക് കുഞ്ഞിന് വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. കുഞ്ഞുവാവയുടെ കുഞ്ഞു ലങ്സും അതേപോലെ അങ്ങോട്ട് ലങ്സിലേക്ക് എയർ കൊണ്ടുപോകുന്ന പാസേജസും ഒക്കെ തന്നെ നാരോ ഡൗൺ ചെയ്തിട്ട് കാറ്റ് അങ്ങടേക്ക് എത്തിക്കാൻ പറ്റാത്ത, അതായത് ഓക്സിജനെ എത്തിക്കാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. ഈ നാരോ ആയ എയർ പാസേജുകളിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദമാണ് വിസിലിംഗ് സൗണ്ട് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ ഹൈ പിച്ചിൽ ഉണ്ടാവുന്ന വിസിലിംഗ് സൗണ്ട് കുഞ്ഞുവാവയുടെ നെഞ്ചിൽ നമ്മളൊന്ന് തല വെച്ച് കൊടുത്താലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു ലക്ഷണമാണ് കുഞ്ഞുവാവ ഇടയ്ക്കിടയ്ക്ക് മുട്ടി മുട്ടി ചുമക്കുന്നത്. കുഞ്ഞ് എന്തെങ്കിലും ഒന്ന് നന്നായി ചിരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞിന് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നനഞ്ഞ തുണികളൊക്കെ കുഞ്ഞുവാവ ഉറങ്ങുന്ന റൂമിൽ കൊണ്ടിടാതെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുഞ്ഞുവാവയുടെ ഡ്രസ്സും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് തേച്ച് ഉണക്കിയ ശേഷം മാത്രം കുഞ്ഞുവാവയെ ധരിപ്പിക്കുക. ഓർക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എൻജോയ് യുവർ പാരന്റിംഗ്. താങ്ക് യു.